അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരും തട്ടി മാറ്റി പോകാൻ നിൽക്കേണ്ട, ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ കാലഘട്ടത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവില്ലാത്ത പുതിയ രോഗങ്ങള്, അതുപോലെ തന്നെ ദുസ്വഭാവങ്ങള്, വ്യഭിചാരത്തിന് അഡിക്റ്റാകുന്ന ഒരവസ്ഥ, കള്ളുകുടി, എന്തൊക്കെ അങ്ങനെയുള്ള രോഗങ്ങളും മനസ്സിലുണ്ടാകുന്ന മോശമായ വികാര വിചാരങ്ങള് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടാൻ സഹായിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു ദുആയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അള്ളാഹുവിന് കാവല് തേടേണ്ട, നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ വിപത്തുകളിൽ നിന്നും പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട, ദിവസം പതിവാക്കേണ്ട ആവശ്യമായ ആ ദിക്റാണ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് ഞാൻ ഉൾപ്പെടുത്തി പറയാം. പ്രധാനമായും ഈ ദിക്റ് ചൊല്ലുന്നതിലൂടെ എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. اللهم إني أعوذ بك من منكرات الأخلاق والأعمال والأهواء والأدواء. ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദിക്കുന്നത്? ഇത് ആയിലൂടെ നമ്മൾ ചോദിക്കുന്ന കാര്യം മുൻകറാത്തുൽ അഖ്ലാഖ്, മോശമായ സ്വഭാവങ്ങള്. മോശമായ സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിലെ അധികം ആൾക്കാർക്ക് മോശമായ ഒരു സ്വഭാവം ഉണ്ടാവും. അതിങ്ങനെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു കളിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിൽ നിന്ന് മാറ്റം കിട്ടാൻ, ആ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകാൻ ഇടയാകുന്ന വെറുക്കപ്പെടുന്ന ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങൾ, അത് അള്ളാഹുവിനോട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൽ നിന്നുള്ള കാവൽ ചോദിക്കുകയാണ് രണ്ടാമത്തത്. മൂന്നാമത് അൽഅഹ്വാ, ചീത്ത വികാരങ്ങള്, ചീത്ത ഇഷ്ടങ്ങള്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ഹൃദയമല്ലാതെ അതിനോട് അങ്ങോട്ട് ആകർഷിക്കുക, നോക്കാൻ പാടില്ലാത്തടത്തേക്ക് നോക്കുക, തൊടാൻ പാടില്ലാത്തതിലേക്ക് തൊടുക, നടക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കുക. അങ്ങനെ ചീത്ത വികാരങ്ങള്, ചീത്ത വിചാരങ്ങള്, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുന്ന അത്ഭുതമായ ദുആ ഞാൻ നേരത്തെ പറഞ്ഞത്. മനസ്സിനെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്ന മോശമായ ആ ചിന്തകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ളതാണ്. അതുപോലെ തന്നെ അദ്വാ, ഈ കാലഘട്ടത്തിൽ പേര് കേൾക്കുന്നതും കേൾക്കാത്തതുമായ ഒട്ടനവധി രോഗങ്ങള് പകർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ മാറാ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധി, ശരീരത്തൊക്കെ തളർത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന ആ അസുഖങ്ങളിൽ നിന്നൊക്കെ കാവല് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദുആയുടെ ക്രമം, അതായത് ദുആയുടെ രൂപം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. ഞാൻ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ നിസ്കാരത്തിന്റെ സമയങ്ങളിൽ, തഹജ്ജുദിന്റെ സമയത്ത്, അതുപോലെ തന്നെ ളുഹയുടെ സമയത്ത് പ്രധാനപ്പെട്ട സമയങ്ങളാണ്. അതുപോലെ പ്രത്യേകിച്ച് റമദാനിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ 100 വട്ടം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് നമുക്ക് ഇങ്ങനെ എന്തൊക്കെ മോശമായ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുആ പതിവാക്കുന്നവർക്ക് അതിനൊക്കെ കാവൽ നൽകട്ടെ. അപ്പൊ പുതിയ രോഗങ്ങളും ദുസ്വഭാവങ്ങളും അതിനൊക്കെ രക്ഷ കിട്ടാന്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിക്കൊണ്ട് മരണം വരെ ജീവിക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായിക്കൊണ്ട് പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിന് മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടെക്സ്റ്റ് ഞാൻ യൂട്യൂബിന്റെ താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ വായിക്കുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ആ ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഉപകാരങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഷഹീർ കോട്ടക്കൽ 97 44 87 57 92 യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇൻഷാ